വയനാട് പോയാലോ? നീ ഉണ്ടാവോ വയനാട് പോയാൽ? നീ ഉണ്ടാവില്ല. അതെല്ലാം നീ ഉണ്ടാവോ വയനാട് പോയാൽ? നീ ഇല്ല. എബു നീ ഉണ്ടാവോ വയനാട് പോയാൽ? നീ ഉണ്ടാവോ വയനാട് പോയാൽ? ഉണ്ടോ? കാര്യം പറഞ്ഞു. 7 മണിക്കാ. മനു നീ എപ്പോഴാ പോണേ? നീ എപ്പോഴാ പോണേ? എത്ര മണിക്ക് പോണേ? 7 മണിക്കാ. അങ്ങനെ വയനാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് മനുവാണ് ഡ്രൈവ് ചെയ്യുന്നത് ഗൈസ്. ഇത് എബു. പറ പേര് പറ. ഇത് ഫിജോ. അത് ഞാൻ പറയണ്ടല്ലോ, ഞാൻ ഇന്റർവെട്ടാണ്. നമ്മുടെ ഫിജോ പറയുന്നത് നമ്മൾ ഇന്റർവെട്ടാണ്. അപ്പം ലിൻഡോ സാറുണ്ട്, പിന്നെ ഫിജോ സാറുണ്ട്, ഫിജോ ഫ്രീക്ക് ഉണ്ട്. ഫിജോ ഫ്രീക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളെപ്പോ വയനാട് എത്തും. ഫിജോ ഫ്രീക്ക് പറ എന്താണ്. നമ്മൾ വയനാട്ടിലേക്ക് പോകാൻ പോവാണ് ഗൈസ്. നമ്മൾ വയനാട് നമുക്ക് തക്കു ഉണ്ടാവും. നമ്മുടെ തക്കു മച്ചാനുണ്ട്. അവനാണ് നമ്മൾ റിസോർട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചാണ്. അവിടെ എല്ലാം സെറ്റാണ്. നമ്മൾ ഇതാ പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പൊറോട്ട പഞ്ചാര നമ്മൾ വിളിക്കും. ഇവന്റെ അനിയൻ ചേട്ടനാണ് നമുക്ക് റൂം സെറ്റ് ചെയ്തത്. വയനാട് തക്കു എന്ന് പറയും. നമ്മൾ വയനാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനുവിന്റെ കാറിന്, ഇവനാണ് മനുവിന്റെ കാറിനാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഹോട്ടലിൽ ഓർഡർ കൊടുത്തേക്കാണ്, സാധനം വന്നിട്ടില്ല. ഇവിടെ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും വന്നിരിക്കുന്നു ഗൈസ്. ഇവിടെ ഫിജോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇതാ ബീഫ് വന്നിരിക്കുന്നു ഗൈസ്. ഇവരുടെയൊക്കെ പൊറോട്ടയും കറികളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഒപ്പം പാത്രം വെക്കുന്നുണ്ട്. നമ്മൾ പോകാൻ പോണ വണ്ടി നമ്മുടെ മനുവിൻ്റെ വണ്ടി. ഇതാണ് മനുവിൻ്റെ വണ്ടി. അത് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. അതിൻ്റെ വൈഫ് ലിവ്യ. ഇത് ഫ്രീക്കൻ ഫിജോ. നിങ്ങളെ കണ്ടറിയും. ഇവൻ ഇപ്പോൾ റൈഡറായിരുന്നു. ഇത് റൈഡറല്ല, നമ്മുടെ എബു. ഇത് തക്കുവിൻ്റെ അനി. അങ്ങനെ പറയുന്നതായിരിക്കും കംഫർട്ട്. നമ്മുടെ മൂന്നാറിലെ മറ്റേ റൂമൊക്കെ സെറ്റ് ചെയ്യണ ആളുടെ സെറ്റ് അനിയൻ. നമ്മൾ കൈ കട്ടഞ്ഞായ പിടിക്കാൻ വേണ്ടി കയറുക കടയിൽ. കട്ടഞ്ഞായ പിടിച്ച് കഴിഞ്ഞു എല്ലാവരും കാറിലേക്ക് കയറുന്നു. മനു പട്ടാമ്പി പാലമാണോ മനു? ഇതാ പാലം. പട്ടാമ്പി പാലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ടയറും സൈഡിലൊന്നും കാണാൻ പറ്റുന്നില്ല, സൈഡ് വ്യൂ ഇല്ല. നമ്മുടെ എബുവാണ് വണ്ടി ഓടിക്കുന്നത്. മനു മാറി ഇപ്പൊ എബുവായി. നമ്മുടെ എബു മച്ചാനാണ് വണ്ടി. നമ്മളെവിടെ എത്തി ഗൈസ്? എബു ഇപ്പത്തോ? ഇപ്പത്തല്ലേ? കൊച്ചി എയർപോർട്ടിൽ നിന്ന് നമുക്ക് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാം. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഡൽഹിക്ക് പോകാം. ഡൽഹിന്ന് ഗൈസ് ഇവന് വട്ടായിരുന്നു അങ്ങോട്ട് ഗൈസ്. നിങ്ങൾ കാണു ഗൈസ്. ഇതാണ് ഫ്രീക്കൻ ഫിജോ. വയനാട് ചുരം കാഴ്ച. നമ്മുടെ ചുരത്താണ് ഗൈസ്. അവിടെ വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചുരത്താണ് ഗൈസ്. ചുരം. വയനാട് ചുരമാണ് ഗൈസ്. കണ്ട് ഗൈസ്, നമ്മൾ വയനാട് ചുരം ഇതിലാണ് കിടക്കുന്നത് ഗൈസ്. ഫിജോയ്ക്ക് പ്രാന്തായി ഗൈസ്. കാണാത്തിരുന്ന് പ്രാന്തായി ഗൈസ്. നമ്മളെ ചുരത്തി കിടക്കാണ് ഗൈസ്. കണ്ടു ഗൈസ്, എല്ലാവരും ചുരത്തിലുണ്ട് ഗൈസ്. നമ്മൾ വയനാടെത്താറ് ഗൈസ്. നമ്മൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചുരം കഴിഞ്ഞു ഗൈസ്. തക്കുവിന്റെ വീട്ടിലെത്തി ഗൈസ്. തക്കുവിന്റെ റിസോർട്ടിലെത്തി ഗൈസ്. തക്കു തക്കുവാണ് ഗൈസ്. ഇവനാണ് തക്കു ഗൈസ്. വയനാടൻ തക്കു. ഓ ഗൈസ്, സഞ്ജയുടെ വീട്ടിലാണ് റിസോർട്ടിലല്ല ഗൈസ്. നമ്മളെ തക്കു പറ്റിച്ചു. സഞ്ജയുടെ വീട്ടിലേക്കാണ് നമ്മൾ പറയുന്നത്. രാവിലെയൊക്കെ ആകുമ്പോൾ നമുക്ക് റിസോർട്ടിലേക്ക് പോകാന്ന് പറയുന്നത്. സഞ്ജയുടെ വീട്ടിലെ സിറ്റിയിലേക്കാണ് പോകുന്നത് ഗൈസ്. ഇത് തക്കെടുക്കുന്നു പാപ്പൻ സഞ്ജയ്. ഇവനാണ് സഞ്ജയ്. നമ്മുടെ തക്കു പാപ്പൻ. ഇവിടെ കളഞ്ഞു ഗൈസ്. ഒരു ലൈറ്റ് കത്തിക്കാൻ വേണ്ടി പിന്നെ കാണിച്ചു കിട്ടുന്ന കോപ്രായമാണ് ഗൈസ് കാണുന്നത്. നിങ്ങൾ കത്തിക്കൊതിയുണ്ടെങ്കിൽ
ആ കത്തി 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 കണ്ടു ഗൈസ്, കത്തി ഗൈസ്. എനിക്ക് സന്തോഷമായി ഗൈസ്. വിജോന്റെ മോൻ തെളിമ വീട് പോലെ സഞ്ജയുടെ വീട് അടിച്ചു പറക്കി തപ്പാണ് ഗൈസ്. ഇവന് പ്രാന്താണോ വട്ടാണോ എനിക്കറിയില്ല ഗൈസ്. പിന്നെ അവന്റെ സ്വന്തം വീട് പോലെ നിങ്ങൾ അടിച്ചു പറക്കി നോക്കണമെന്നുണ്ട്. വിജോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ എങ്ങോട്ടാ പോണേ? സഞ്ജയുടെ വീടാണ്, നിന്റെ വീടല്ല. ഞാൻ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ്, എന്താണെന്ന് മനസ്സിലാവുള്ള ഗൈസ്. തപ്പിരിക്കുന്നു ഗൈസ്.